കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്ന വാഹനങ്ങൾക്ക് ഏറെ ഉപകാരമായിരുന്ന ലിങ്ക് റോഡിന് സമീപത്തെ പാർക്കിംഗ് കേന്ദ്രം റെയിൽവേ പൂട്ടി. പാർക്കിംഗ് പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായിട്ടാണ് റെയിൽവേ കിഴക്കേ പ്രവേശന കവാടത്തിന് എതിർവശത്തെ സ്ഥലം വൃത്തിയാക്കി പാർക്കിങ്ങിന് അനുയോജ്യമാക്കിയത്. ഇരുചക്ര വാഹനങ്ങൾക്കും കാറുകൾക്കുമെല്ലാം ഇവിടെ നിർത്തിയിടാൻ സൗകര്യമുണ്ടായിരുന്നു. പാർക്കിംഗ് കേന്ദ്രം പൂട്ടിയതോടെ ഇരുചക്ര വാഹനങ്ങൾ ലിങ്ക് റോഡിന്റെ ഇരുവശത്തുമായാണ് ഇപ്പോൾ നിർത്തിയിടുന്നത്. ഇതുവഴി വരുന്ന വാഹനങ്ങൾക്ക് കടന്നു പോകാൻ തന്നെ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുവെന്നാണ് കേൾക്കുന്നത്. നമുക്ക് AK അഭിലാഷിന്റെ റിപ്പോർട്ടിലേക്ക് പോകാം. ഓവർ ടു AK അഭിലാഷ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിന് എതിർവശത്തായിട്ടുള്ള ഈ റോഡിന് പിന്നാലെയാണ് ഈ ഒരു പാർക്കിംഗ് സെൻറ്റർ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 6 മാസത്തോളമായി നല്ല നിലയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്ന ഒരു പാർക്കിംഗ് സെൻ്ററായിരുന്നു ഇത്. ഏതാണ്ട് 500-ലേറെ വാഹനങ്ങൾക്ക് നിർത്താൻ കഴിവുള്ള ശേഷിയുള്ള അത്രയും സ്ഥലം ഇവിടെയുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം ഈ പാർക്കിംഗ് സെൻറ്റർ അടച്ചുപൂട്ടിരിക്കുകയാണ്. ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് ഇത് അടച്ചുപൂട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫലമായി ഇവിടെ എത്തുന്ന യാത്രക്കാരൊക്കെ വലിയ തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഇരുചക്ര വാഹന യാത്രക്കാരാണ് പ്രധാനമായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് 3 പാർക്കിംഗ് സെൻ്ററുണ്ട്. ഒന്ന് 1-ാം പ്ലാറ്റ്ഫോമിലും അതോടൊപ്പം തന്നെ 4-ാം പ്ലാറ്റ്ഫോമിലായും. ഇവിടെയൊന്നും വേണ്ടത്ര സൗകര്യമില്ലാത്തതോടു കൂടിയാണ് കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള ഈ പാർക്കിംഗ് സെൻറ്റർ ആരംഭിച്ചത്. ഇത് പൂട്ടിയോടുകൂടി നമുക്ക് ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളെ നമുക്ക് നോക്കാം. കാരണം 100 കണക്കിന് ഇരുചക്ര വാഹനങ്ങളാണ് റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി നിർത്തിയിട്ടിരിക്കുന്നത്. ഇത് വലിയ തരത്തിലുള്ള ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം നമുക്ക് റോഡിൽ തന്നെ നോക്കിയാൽ കാണാം ധാരാളം വാഹനങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്കും അതോടൊപ്പം തന്നെ മാർക്കറ്റിലേക്കൊക്കെ വരുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് ഈ ലിങ്ക് റോഡ്. ഈ ലിങ്ക് റോഡിൻ്റെ വശത്താണ് ഇങ്ങനെ 100 കണക്കിന് ബൈക്കുകൾ നിർത്തിയിട്ടിരിക്കുന്നത്. ഇത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഈ പാർക്കിംഗ് സെൻറ്റർ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ റെയിൽവേ വികസനവുമായി ചില പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അടച്ചുപൂട്ടിയത് എന്നുള്ള ചില കാര്യങ്ങൾ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പാർക്കിംഗ് സെൻറ്റർ നഷ്ടമായതുകൊണ്ട് തന്നെ ഇത് കരാറെടുത്തിരുന്ന ആളുകൾ ഇത് ഉപേക്ഷിച്ച് പോവുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇത് മറ്റൊരു കരാറുകാരെ ഏൽപ്പിക്കാതിരിക്കുന്നത് റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് കരാർ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ള വിലയിരുത്തൽ കൂടി വരുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. ചേട്ടാ, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇത് പൂട്ടിയിരിക്കുന്നത്? നിലവിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇത് റെയിൽവേ പാർക്കിംഗ് വരുന്നത് തന്നെയല്ല, കറക്റ്റായിട്ട് വരുന്നതെന്ന് വെച്ചാൽ റെയിൽവേ ട്രാക്കിംഗ് വരുന്നുണ്ടെന്നുള്ള ഇതുകൊണ്ടാണ് പറയുന്നത്. എൻ്റെ അറിവിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ജനിച്ചു വളർന്ന ഇവിടെ ചാലപ്പുറമാണ്. അല്ല, റെയിൽവേ സ്റ്റേഷൻ്റെ വികസനമൊന്നും ഇതുവരെ തുടങ്ങിയിട്ടൊന്നുമില്ല. അതിന് മുമ്പ് തന്നെ ഈ പാർക്കിംഗ് സെൻറ്റർ അടച്ചുപൂട്ടി എന്തിനാണെന്ന് അറിയാം? പാർക്കിംഗ് സെൻറ്റർ അടച്ചുപൂട്ടിയതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് എനിക്കറിയില്ല. എന്തോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്തോ വകുപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നുള്ളൊരിതാണ് ശരിക്കും വന്നേക്കുന്നത്. ഈ ആളുകൾക്ക് ഇക്കാര്യത്തെ പറ്റി വ്യക്തതയില്ല. കാരണം ഒരു വ്യക്തതയും വരുത്താതെയാണ് റെയിൽവേ ഇക്കാര്യത്തിൽ ഇത് അടച്ചുപൂട്ടിക്കുന്നത്. ചേട്ടാ, ഇത് എപ്പോഴാണ് അടച്ചുപൂട്ടിയത്? ഇപ്പോൾ ഒരു മാസത്തിലും മതിയായി, ഒരു മാസത്തിലും കൂടുതലായി. റെയിൽവേൻ്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞു വെച്ചാൽ ഇത് കഴിഞ്ഞ കരാറെടുത്തതിന് ശേഷം പിന്നെ വേറെ ടെൻഡർ ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. കൊടുക്കാൻ പറ്റാത്തത് റെയിൽവേയിൽ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളായിരിക്കും എന്ന് വിചാരിക്കുക. സാമ്പത്തികമായിട്ട് നഷ്ടമായിരുന്നു. അതെ, സാമ്പത്തികമായിട്ട് നഷ്ടം എന്നൊന്നും പറയാനില്ല. റെയിൽവേ പറഞ്ഞ ആ എമൗണ്ടിന് ഇപ്പോൾ ഇങ്ങനെ ഈ വാഹനങ്ങൾ ഇങ്ങനെ വരി നിരനിരയായി നിർത്തിയിടുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതെ, വളരെ ബുദ്ധിമുട്ടുണ്ടാകും. ട്രാഫിക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. കാൽനട യാത്രക്കാർ ആദ്യം തന്നെ ചങ്ങലൊക്കെ ഇട്ടിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും പോലീസ് ഇത് പരിശോധന നടത്താറുണ്ടോ? ഇപ്പോൾ പോലീസ് പരിശോധന നടത്താറില്ല. ആർക്ക് വേണമെങ്കിലും വണ്ടി റോഡ് സൈഡിൽ നിർത്തിയിട്ട് പോകാവുന്ന സാഹചര്യമാണ്. ആ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നിലവിൽ വന്നേക്കുന്നതാണ് ഒരു നോ പാർക്കിംഗ് വന്നേക്കുന്നത്. നോ പാർക്കിംഗ് ഇത് വന്നേക്കുന്നത്. എന്നാൽ ഈ നോ പാർക്കിംഗ് കഴിഞ്ഞിട്ട് ഇവിടെയും കൊണ്ട് വണ്ടി വെക്കുന്നുണ്ട്. ഇവിടെ ഇതാ കണ്ടോ, നിലവിലിത് കണ്ടോ, വച്ചേക്കുന്നത് കണ്ടോ? അത് ട്രാഫിക്ക് നോക്കുന്നില്ല. അതായത് ഇവിടെ നോർ പാർക്കിംഗ് ബോർഡൊക്കെ ഉണ്ട്. പക്ഷേ നോർ പാർക്കിംഗ് ബോർഡ് ഉള്ള സമയത്ത് പോലും അവിടെ വാഹനങ്ങൾ അതിൻ്റെ കീഴെ തന്നെ കൊണ്ടുവച്ച് നിർത്തുന്ന ഒരു സാഹചര്യമാണ്. യാത്രക്കാരെ മാത്രമല്ല കാൽനട യാത്രക്കാരെ പോലും ബാധിക്കുന്ന ഒരു തരത്തിലാണ്, ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന തരത്തിലാണ് ഇരുചക്ര വാഹനങ്ങൾ റോഡിന് ഇരുവശത്തും നിർത്തിയിട്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഏതായാലും റെയിൽവേ വികസനം നടക്കാനുണ്ട്. പക്ഷേ റെയിൽവേ വികസനം നടക്കുന്നതിന് വളരെ മുമ്പായി തന്നെ ഈ പാർക്കിംഗ് സെൻറ്റർ അടച്ചുപൂട്ടിയതിൽ ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം നടക്കുന്നവരെങ്കിലും ഇത് തുറന്ന് പ്രവർത്തിക്കണം, അതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ നാട്ടുകാർ പ്രധാനമായും പറയുന്നത്.
നമുക്ക് കാണാം. ഏതാണ്ട് 200 മീറ്ററോളം നീളമുണ്ട് ഈ പാർക്കിംഗ് സെൻറ്ററിന്. 500-ലേറെ വാഹനങ്ങൾ നിർത്തിയിടാൻ ശേഷിയുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഈ സ്ഥലം റെയിൽവേ സ്റ്റേഷൻ സമീപത്തുണ്ടായിട്ട് പോലും ആളുകൾക്ക് വാഹനം പാർക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായൊരു കാര്യം കൂടിയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ ഇവിടെ വാഹനങ്ങൾ നിർത്തിയിട്ടിരുന്നപ്പോൾ എടുക്കാതെ പോയ ചില ബൈക്കുകളൊക്കെ അവിടെ കാണാനും കഴിയുന്നുണ്ട്. ഏതായാലും ഇത് പെട്ടെന്ന് തന്നെ തുറന്ന് പ്രവർത്തിക്കണം. വികസനം വരുന്ന സമയത്ത് അത് അടച്ചുപൂട്ടാം എന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തും ഉണ്ടാകുന്നത്. ഏതായാലും ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോഴിക്കോട് നിന്നും ഷബീറിനൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ.